ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു എഗ് പഫ്സ് ഉണ്ടാക്കിയാലോ. മുട്ട 2 എണ്ണം, സവോള 3 എണ്ണം, പച്ചമുളക് 1 എണ്ണം, ഇഞ്ചി ചെറിയൊരു കഷ്ണം, വെളുത്തുള്ളി 3 അല്ലി, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, പെപ്പർ പൗഡർ 1/2 ടീസ്പൂൺ, പെരുംജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് വളരെ കനം കുറച്ച് അരിഞ്ഞു വെച്ചേക്കുന്ന സവോള ഇട്ട് കൊടുക്കുക. ഇത് 3 വലിയ സവോളയാണ്. സവോളയിലേക്ക് നമുക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വാടി വരണം. ഇതാണ് നമ്മുടെ സവോളയൊക്കെ കുറച്ചൊന്ന് വാടിയിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചിയും കരിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി. നന്നായിട്ടൊന്ന് മൂക്കട്ടെ. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നിടം വരെ. നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ പെരുംജീരകം പൊടിച്ചത്. നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. നമ്മുടെ ഈ മസാലയ്ക്ക് ഒരു ചെറിയൊരു പച്ച കളറായിരിക്കും. ഇപ്പോൾ ചുമന്നിരിക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. മല്ലിയില ഇടാൻ ഇഷ്ടമുണ്ടെങ്കിൽ മല്ലിയിലയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തൊന്ന് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ പപ്സിനുള്ള ഷീറ്റ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് തണുപ്പ് മാറിയിട്ടുണ്ട്. അപ്പം അത് ആദ്യം നമുക്കൊന്ന് മസാല വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഒരു മുട്ട 2ആയിട്ട് മുറിച്ചിട്ട് അതിൻ്റെ മേലിലേക്ക് വെച്ച് കൊടുക്കാം. ഈ സമയത്ത് ഓവൻ പ്രീഹീറ്റ് ചെയ്തിരുന്ന 180-ൽ നമുക്കിതിങ്ങനെ മടക്കി വെച്ച് കൊടുക്കാം. നന്നായിട്ട് 4 വശവും ഒന്ന് അമുക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ അത് തുറന്നു പോകും. ഒരു മുട്ട ഇതിൻ്റെ മേലിലൊന്ന് വാഷ് ചെയ്യണം. അപ്പോൾ നമ്മളൊരു മുട്ട പൊട്ടിച്ച് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. ഞാനിവിടെ ഒരു മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ മേലിലേക്ക് തേച്ച് കൊടുക്കാം. നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പം മുട്ട വേണ്ടെന്നുണ്ടെങ്കിൽ പാലെടുത്താലും മതി. ഈ 180 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ് ഇതിൻ്റെ ഗോൾഡൻ കളർ വരുമ്പോഴേക്കും നമുക്കെടുക്കാം. അങ്ങനെ നമ്മുടെ മുട്ട പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്കൊരു 20 മിനിറ്റ് എടുത്തു 180 ഡിഗ്രിയിൽ. അപ്പം നല്ല ക്രിസ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്